Ramadan Virna 2025. Powered by Total Assurance. We secure your tomorrows. Co-powered by DC Jewels. Happy Land presents. Co-presents Chayakadai, Eastham, UK. This program is brought to you by Chayakadai, Eastham, UK. നോൻപും ഖുറാനും അടിമകൾക്ക് വേണ്ടി ശുപാർശ പറയുന്നതാണ്. നോൻപ് പറയും, എൻ്റെ റബ്ബേ, പകലിൽ ഞാൻ അവൻ്റെ ആഗ്രഹങ്ങളും ഭക്ഷണവും തടഞ്ഞിരിക്കുന്നു, ആയതിനല്ല നീ അവന് വേണ്ടി എൻ്റെ ശുപാർശ സ്വീകരിക്കണമേ. ഖുറാൻ പറയും, രാത്രി ഞാൻ അവൻ്റെ ഉറക്കം തടഞ്ഞിരിക്കുന്നു, ആയതിനാൽ നീ അവന് വേണ്ടി എൻ്റെ ശുപാർശ സ്വീകരിക്കണമെന്ന്. 2025 റംളാൻ വിരുന്ന് നമുക്ക് കാണാം ഈ എപ്പിസോഡിലൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ഉർസില റഹ്മത്തൻ ലിൽ ആലമീൻ വബഅദ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ മാസത്തിൽ സത്യവിശ്വാസികൾക്കായി ഒരു ഗിഫ്റ്റ് എന്നതുപോലെ നൽകുന്നതാണ് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി എന്നുള്ളത്. നമ്മളെല്ലാവരും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഹദീസിൽ പറയുന്നുണ്ട്, ഈ റമളാനിൽ ഒരു രാത്രിയുണ്ട്, ആ രാത്രി ഒരാളൊരു സൽക്കർമ്മം ചെയ്താൽ അത് 1000 വർഷം സൽക്കർമ്മം ചെയ്തതിനോട് തുല്യമാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹു ആ ഒരു രാത്രി കൃത്യമായി ഉപയോഗിക്കാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ്, ഒരു സത്യവിശ്വാസി അയാളുടെ ജീവിതത്തിൽ ഓരോ സമയത്തും ഓരോ സെക്കൻഡിലും കൂടുതൽ വിചിന്തനം നടത്തുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. പ്രവാചകർ പറയുന്നത്, ഹാസിബു ഖബല അൻ തുഹാസബു, നിങ്ങളെ വിചാരണ ചെയ്യുന്നതിൻ്റെ മുമ്പ് സ്വന്തം ഒന്ന് വിചാരണ ചെയ്യൂ എന്ന്. ഇപ്പോൾ നിലവിൽ നമ്മളിൽ നിന്നും കുറേ റമദാനിലെ ദിനങ്ങൾ നമ്മളോട് യാത്ര പറഞ്ഞു. ഈ ദിനങ്ങളെല്ലാം നമ്മൾ എപ്രകാരമാണ് ഉപയോഗപ്പെടുത്തിയത് എന്ന് നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്നുള്ളത് അയാളെ തെക്കുവ, ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായ ഉദ്ദേശം. എത്ര പേർക്ക് അത് സാധിച്ചിട്ടുണ്ട്? എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോ സെക്കൻഡിലും എൻ്റെ കർമ്മം അത് നന്നായിട്ടുണ്ടോ, ഇത് അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു കർമ്മമാണോ ഞാൻ ചെയ്തത്, ഞാൻ സംസാരിക്കുന്ന സംസാരം ഇത് അള്ളാഹുവിൻ്റെ റിള ഉള്ള സംസാരമാണോ എന്ന് ഓരോ സെക്കൻഡിലും വിചിന്തനം ചെയ്യുന്നവരായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഒരു ചരിത്രം ഇന്നും നമ്മൾ അത്ഭുതത്തോടു കൂടി ഓർക്കുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചക്രവർത്തിയായിരിക്കുന്ന സമയത്ത് ഒരാളെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ സമയത്ത് പോലും അങ്ങാടികളിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ നടന്നു നീങ്ങുന്നതിനിടയ്ക്ക് ഒരു വൃദ്ധയായ ഒരു സഹോദരിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ സഹോദരിയോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ വിശേഷമെന്ന്. ആ സമയത്ത് ആ സഹോദരി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ നാട്ടിലെ ചക്രവർത്തിയാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് അറിയാതെ ആ മഹദി പറയുന്നു, ഈ നാട്ടിലൊരു ഭരണാധികാരിയുണ്ട്, ആളുകൾക്ക് ഒരു ഉപകാരവുമില്ല എന്ന് പറയുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ആ സഹോദരിയോട്, സഹോദരി, ഒരു പക്ഷേ നിങ്ങളിവിടെ ഉണ്ട് എന്നുള്ളത് ആ ചക്രവർത്തിക്ക് അറിയില്ലായിരിക്കാം, അതുകൊണ്ടാണെങ്കിലോ അങ്ങനെ ആയിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്, ഈ ഒരു നാട്ടിലെ ഭരണാധികാരി, നാടെല്ലാം ഭരിക്കുന്നൊരു ഭരണാധികാരി, ഇങ്ങനെ ഈ ഒരു നാട്ടിൽ എന്നെപ്പോലെയുള്ള ഒരു സഹോദരിയെ കാണുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് അയാൾ ഒരു ഭരണാധികാരിയാവുക എന്ന്. ഈ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അമ്പരക്കുകയാണ്. എന്നിട്ട് ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, ഞാൻ നിങ്ങൾക്ക് 50 സ്വർണ്ണ നാണയം നൽകിയാൽ നിങ്ങൾ ഈ നാട്ടിലെ ചക്രവർത്തിക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണ് എന്ന്. അപ്പോഴാണ് ആ സദസ്സിലേക്ക് മറ്റൊരു സ്വഹാബി കടന്നു വരുന്നത്. യാ അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാതെ മറ്റൊരു മനുഷ്യനെയും
അമീർ അൽ മുഅ്മിനീൻ എന്ന പദപ്രയോഗം ആരും ഉപയോഗിക്കാറില്ല. ഇത് കേൾക്കേണ്ട താമസം ആ വൃദ്ധ ആ സഹോദരി അമ്പരക്കുകയാണ്. ഞാൻ ഈ നാട്ടിലെ ഭരണാധികാരിയോടാണോ ഞാൻ ഇപ്രകാരം സംസാരിച്ചത് എന്ന്. എന്നിട്ട് തൻ്റെ മകനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ സഹോദരിയുടെ അടുക്കൽ നിന്നും ഈ നാട്ടിലെ ഭരണാധികാരിയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് എഴുതി വാങ്ങണമെന്ന് തൻ്റെ മകനോട് പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് തൻ്റെ ജീവിതം എപ്പോഴും വിചിന്തനം ചെയ്യുകയും തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടോ റബ്ബേ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവരായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരുപാട് സ്വഹാബത്ത്. അതുകൊണ്ട് ഈ റമദാനിൽ നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റുകളെക്കുറിച്ച്, നമ്മളിൽ നിന്നും വന്നുപോയ പിഴവുകളെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ്. എന്നിട്ട് ആ തെറ്റുകളെല്ലാം മാറ്റി അള്ളാഹുവിനോട് അടുക്കുന്ന രൂപത്തിൽ നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം മാറേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അജീഷ്. ചായക്കടയുടെ റമദാൻ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് ചായക്കടയുടെ സ്പെഷ്യൽ വിഭവങ്ങളെ പറ്റിയാണ്. അപ്പോൾ എന്താണ് റമദാനിലെ ചായക്കടയുടെ സ്പെഷ്യൽ വിഭവങ്ങളെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ചായക്കടയുടെ നോമ്പുതറ. ഇത് നോമ്പ് തുറയുടെ ചെറിയൊരു സാധനം മാത്രമാണ്. ഓരോ ദിവസം മെനു മാറും. പിന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇഫ്താർ കിറ്റുണ്ട്. നമ്മൾ നോയമ്പിന് നമ്മൾ ഇഫ്താർ കിറ്റ് എന്നും പറഞ്ഞ് ഒരു കിറ്റ് ഇറക്കിയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 17 ഐറ്റം നമ്മളെ നാട്ടിലെ എണ്ണക്കടികളും ബാക്കിയുള്ള കാര്യങ്ങൾ, കട്ട് ഫ്രൂട്ട്സ്, നെയ്ച്ചോറ്, ചിക്കൻ, കോഴിക്കറി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ എല്ലാവർക്കും ഫ്രീ ഉള്ള സമയത്ത് ഫാമിലി ആയിട്ടൊക്കെ ഒത്തുകൂടി നോയമ്പൊക്കെ തുറക്കാറുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നാട്ടിലെ പഴംപൊരി ഉണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് തന്തു ഗ്രില്ല് ഐറ്റം. നോയമ്പ് തുറക്കുമ്പോൾ തോനെ എണ്ണക്കടികൾ കഴിക്കാൻ കുറേ ജിമ്മിന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്കൊന്നും എണ്ണക്കടികൾ തോനെ പറ്റൂല. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് ഗ്രില്ല് ഐറ്റംസ് ഉണ്ട്, പിന്നെ റൊട്ടിയുണ്ട്. ഇങ്ങനെ ഇതൊക്കെയാണ്. ബാക്കി പറ, ഓരോരുത്തര വിശേഷങ്ങൾ പറയും. നോമ്പുതുറ സംഗമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ പലപ്പോഴും നമുക്കത് മിസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനൊരു സൊല്യൂഷനാണോ നമ്മൾ? പിന്നെ 100%. കാരണം ഇപ്പം നമ്മളെ തന്നെ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിൽ നമുക്കിപ്പോൾ കൊല്ലത്തുള്ളവരുണ്ട്, എറണാകുളത്തുള്ളവരുണ്ട്, കാസർഗോഡുള്ളവരുണ്ട്, കണ്ണൂരുള്ളവരുണ്ട്, ഇപ്പം നമ്മൾ മലപ്പുറത്തുള്ളവരുണ്ട്. നമ്മൾ ഓരോ വട്ടം ഓരോരുത്തരെ വീട്ടിൽ നോയമ്പ് മുറിക്കുമ്പോഴും അവരവരെ സ്ഥലങ്ങളെ സാധനങ്ങൾ നമുക്ക് കിട്ടും, ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചേരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടുവന്ന് വർക്ക് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരുന്നത് നമുക്ക് ഈ ഒരു ഒത്തുകൂടലിനെ കൂടാൻ വേണ്ടി അവരെല്ലാവരും പെട്ടെന്ന് വരുന്നതാണ് നോമ്പ് പറഞ്ഞ സമയമാകുമ്പോൾ. പിന്നെ അത്താഴം. പിന്നെ മെയിനായിട്ട് ചായക്കടയിൽ ഇപ്പം UK ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ അത്താഴം കൊടുക്കുന്നുള്ളൂ. അത് ചായക്കടയാണ്. രാത്രി 1 മണി തൊട്ട് രാവിലെ 4 മണി വരെ നമ്മൾ അത്താഴം പ്രൊവൈഡ് ചെയ്തിരുന്നു. ബൊഫെ സെറ്റപ്പിലാണ് പ്രൊവൈഡ് ചെയ്തത്. ചെറിയ ക്യാഷിന് ഒരു 10.99. നമുക്ക് മെയിനായിട്ട് അതിൽ നിന്നൊരു കാശ് വരണമെന്നല്ല. ഇങ്ങനെ ഇപ്പം കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം നോയമ്പൊക്കെ പിടിച്ച് അവർക്ക് ചിലപ്പോൾ അത്താഴം കഴിക്കാൻ ചിലപ്പോൾ അത്രയും ഫണ്ട് ഉണ്ടായെന്ന് വരില്ല. അപ്പം അവർക്ക് ചെറിയ രീതിയിൽ നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കുക. 10.99 നമ്മൾ ഏകദേശം 10-12 ഐറ്റം ഉള്ള ഒരു അത്താഴം പ്രൊവൈഡ് ചെയ്തിരുന്നു ഒരു മാസത്തേക്ക്. അത് ഒരു ബ്രാഞ്ചിൽ മാത്രമേ ഉള്ളായിരുന്നു. അത്യാവശ്യം നല്ല ബിസിയൊക്കെ ആയിരുന്നു അവിടെ. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് നോയമ്പ് തുറയുടെ വിശേഷങ്ങൾ. ഡിമാൻഡ് ഇപ്പം വലിയ ഡിമാൻഡ് ഉണ്ടെന്ന് നമ്മൾ പറയില്ല. കാരണം ഇവിടെ എല്ലാ പള്ളികളിലും എല്ലാവരും ആഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാലും മെജോറിറ്റി സ്റ്റുഡൻസിന് അതൊരു ഭയങ്കര ബെനിഫിറ്റാണ് ഇങ്ങനെ പള്ളികളിൽ ഫുഡ് കൊടുക്കുമ്പം. പിന്നെ കുഴപ്പമില്ല, ഫാമിലിയുടെ ഒരു റെസ്പോൺസൊക്കെ നല്ലതാണ്. എന്നാലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അത്താഴം ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഈ ഗിഫ്റ്റും ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. കിറ്റും ശരിക്കും കിറ്റ് പോയി. ഡെയിലി നമുക്ക് നല്ല രീതിയിൽ തന്നെ കിറ്റിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. കാരണം മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ ഐറ്റങ്ങൾ അവർക്കുണ്ട്. ഇപ്പം ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം. ഇപ്പം നമ്മൾ നോയമ്പ് സമയത്ത് വേറൊരു വീട്ടിലേക്ക് നമ്മളിങ്ങനെ ഫുഡൊക്കെ ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കും ഒരു സ്നേഹസൂചകമായി. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു. ഈ കിറ്റ് ഇങ്ങനെ കൊടുക്കുമ്പം അവർക്ക് ഇങ്ങനെ ഒരു പ്രീമിയം പാക്കേജിങ്ങിൽ ആ കിറ്റ് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഫുഡ് ഒക്കെ കൊണ്ട് ഓക്കെ ആണ്. നാട്ടിലെ നോമ്പ് തുറയും ലണ്ടനിലെ നോമ്പ് തുറയും പറഞ്ഞോ. നാട്ടിലെ നോയമ്പ് തുറയും ലണ്ടനിലെ നോയമ്പ് തുറയും വ്യത്യാസമുണ്ട്. എന്നാലും അത് ഫീൽ ചെയ്യാത്ത രീതിയിൽ നമ്മളത് 100%. ഞങ്ങളിങ്ങനെ 100%. എന്നാലും ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യുമെങ്കിലും ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളത് മിസ് ചെയ്യാതെ ഇങ്ങനെ അങ്ങ് പോകും.
100%. മെജോറിറ്റി നമ്മൾ എല്ലാ ദിവസവും ഒത്തുകൂടി ആണ് നോമ്പ് മുറിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ പലരെയും തിരക്കുകൾ കൊണ്ട് ചില ദിവസങ്ങളിൽ പറ്റാറില്ല. പിന്നെ എല്ലാവരും ഓരോരുത്തരും ജോലിക്കൊക്കെ ആയിട്ട് വന്നില്ല. നോമ്പ് വിഭവങ്ങളുമായി ചായക്കട ഫുൾ ലൈവിലാണ് നോമ്പ് കാലത്ത്. അതാണ്. അതുകൊണ്ട് പഴംപൊരി ഉണ്ട്, സമൂസ ഉണ്ട്, ചിക്കൻ വിങ്സ് ഉണ്ട്, ലാം ചോപ്സ് ഉണ്ട്, നാനുണ്ട്, ബട്ടർ നാൻ ഉണ്ട്, ബത്തക്ക ജ്യൂസ് ഉണ്ട്. ഒരുവിധം നമുക്ക് കൊണ്ട് ചേർക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. അതാണ്, നോമ്പ് തുറക്കണമെങ്കിൽ എല്ലാവരും നേരെ ചായക്കടയിലോട്ട് വിട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് റമളാൻ സ്പെഷ്യൽ വിഭവങ്ങളുടെ വിശേഷങ്ങളാണ്. പുതിയൊരു കാഴ്ചയും വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. Happy Land Amusement Park, Thiruvananthapuram. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ഈദ് കളക്ഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പറക്കാട്ട് ജുവൽസിൻ്റെ എറണാകുളം MG റോഡ് പത്മ ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. ഇവിടെ നമുക്ക് ഒട്ടേറെ കളക്ഷൻസ് ഉണ്ട്. അതിൽ നമ്മളുടെ സ്പെഷ്യലായിട്ടുള്ള പ്രീമിയം നെക്ലേസ് കളക്ഷൻസ്. എന്നാൽ പ്രീമിയം നെക്ലേസസ് മാത്രമല്ല, ഇതിനകത്ത് ബാംഗിൾസ് വരുന്നുണ്ട്, സ്റ്റഡ്സ് വരുന്നുണ്ട്, റിങ്സ് വരുന്നുണ്ട്. എല്ലാം ഇതേപോലെ സർട്ടിഫൈഡാണ്. അതായത് സർട്ടിഫൈഡ് ക്യൂബിക് സിർക്കോണിയ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ജെം ലാബ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രീമിയം കളക്ഷൻസ് നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് പാർട്ടി വെയറാണ്. നമുക്ക് ലെഹങ്കയുടെ കൂടെയും സാരിയുടെ കൂടെയെല്ലാം നമ്മളുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് ഹെവി നെക്ലേസസ് ആണ് കൂടുതലും ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത് ഇതേപോലുള്ള റൂബി കളറിൽ വൈറ്റ് സ്റ്റോൺസ് എല്ലാം വെച്ചിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നെക്ലേസുകളുണ്ട്. റൂബി വൈറ്റ് ക്യൂബിക് സിർക്കോണിയയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുണ്ട്, ഗ്രീൻ സ്റ്റോൺസും വൈറ്റും മിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഫുള്ളായിട്ട് വൈറ്റ് ഡയമണ്ട് പോലെ തന്നെ ഉള്ള സർട്ടിഫൈഡ് ക്യൂബിക് സിർക്കോണിയയിൽ ചെയ്ത നെക്ലേസസ്. ഇതിനെല്ലാം ചേരുന്ന രീതിയിൽ ഡിഫറെൻറ്റ് ഷേപ്പിലും പാറ്റേണിലും ഉള്ള ബാംഗിൾസ് വരുന്നുണ്ട്. പിന്നെ ഇതിനെല്ലാം ചേരുന്ന രീതിയിൽ സ്റ്റഡ്സ് വരുന്നുണ്ട്. അല്പം പാർട്ടി വെയർ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള സ്റ്റഡ്സും സിമ്പിളായിട്ടുള്ള സ്റ്റഡ്സും ഉണ്ട് കേട്ടോ. എങ്കിലും ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്നത് കുറച്ച് ഇതിനെല്ലാം മാച്ചിങ് ആയിട്ടുള്ള ഇതുണ്ടോ, സിമ്പിളായിട്ടുള്ള ഒറ്റ കല്ലിൽ വെച്ചിട്ടുള്ള റിങ്ങുകളുണ്ട്. എന്നാൽ ഇത്തിരി സ്പെഷ്യലായിട്ട് ഇതേപോലുള്ള ഹെവി വെറൈറ്റി റിങ്സ് വരുന്നുണ്ട്. നമ്മൾക്ക് ഇനി റൂബി ഗ്രീൻ അല്ല, ഫുൾ വൈറ്റ് മാത്രമല്ല, ഇതിൽ ഇതേപോലുള്ള എന്താ പറയുക, നമ്മളുടെ ഒരു ലൈറ്റ് പിസ്ത അല്ലെ പീച്ച് കളേഴ്സിലൊക്കെയുള്ള നെക്ലേസുകൾ വരുന്നുണ്ട്. എത്ര ഭംഗിയുള്ള സ്റ്റഡാണെന്ന് നോക്കി അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാസ്ലിംഗ് ആയിരിക്കും. ഇനി ചോക്കേഴ്സ് മാത്രമല്ല, ഇതേപോലെയുള്ള ഹെവി ആയിട്ടുള്ള നെക്ലേസുകളുണ്ട്. ഇനി അല്പം സിമ്പിളായിട്ടുള്ള, നമുക്ക് ബ്രൈഡ്സിന് മാത്രമല്ല, നമുക്ക് അമ്മമാർക്കോ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള നെക്ലേസുകളും എല്ലാവിധ കളക്ഷൻസും, അതും 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയേർഡായിട്ട് നമ്മൾക്ക് ദീർഘകാലം ഉപയോഗിക്കാം. ഇനി ബ്രൈഡ്സിനൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഇനി ഫങ്ഷൻ വെയർ കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാവുന്ന സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ വാറൻറ്റി ഗ്യാരൻറ്റി സർവീസ്, ലൈഫ് ടൈം പെയ്ഡ് സർവീസ് എല്ലാം ഉണ്ട്. അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും ഏതൊരു സമയത്ത് ആവശ്യമില്ലയെന്ന് തോന്നിയാൽ തിരികെ കൊണ്ടുവന്നിട്ട്
ഒരു മണി ബാഗ് ഉണ്ട്. പറക്കാട് ജുവൽസിൻ്റെ കേരളത്തിൻ്റെ അങ്ങേയറ്റം പാറശാല മുതൽ ഇങ്ങേയറ്റം കാസർഗോഡ് വരെയുള്ള ഷോറൂംസിൽ നിന്ന് നമ്മൾക്ക് ഇതേപോലുള്ള കളക്ഷൻസ് ലഭ്യമാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് ഓൺലൈൻ ഉണ്ട്, വെബ്സൈറ്റ് ത്രൂവും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒരു സ്പെഷ്യൽ 2-in-1 കളക്ഷൻ എന്ന് പറയാം. ഇതേപോലെ ബ്രേസ്ലെറ്റായിട്ട് യൂസ് ചെയ്യാം, നെക്ലേസ് ചോക്കറായിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി മറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും ഒരിക്കൽ കൂടി ഈദ് ദിനാശംസകൾ. ഹായ്, ഹലോ. തിരുവനന്തപുരത്തെ വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വാട്ടർ റൈഡ്സ് ഉണ്ട്, ലാൻഡ് റൈഡ്സ് ഉണ്ട്, അതുപോലെ ഇൻഡോർ ആക്ടിവിറ്റീസും ഒത്തിരി ഉണ്ട്. അതേപോലെയുള്ള ഒരു കോർണറാണിത്. കിഡ്സ് ഏരിയ ആണിത്. കുട്ടികൾക്ക് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, പല ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് കളിക്കാൻ പറ്റുന്ന പല റൈഡുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അതനുസരിച്ചുള്ള റൈഡുകളുണ്ട്. കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾക്ക് അതനുസരിച്ചുള്ള റൈഡുകളുണ്ട്. അങ്ങനെ ട്രെയിൻ, എയറോപ്ലെയിൻ, പിന്നെ ജോയിൻറ്റ് വീലിൻ്റെ ചെറിയൊരു വേർഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുള്ള. അതെല്ലാം കുട്ടികളെയും കൂട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയവർക്കും എൻജോയ് ചെയ്യാം, കുട്ടികൾക്കും എൻജോയ് ചെയ്യാം. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കൊച്ചു കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയിലാണ്, അതായത് കിഡ്സ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒത്തിരി റൈഡുകളുണ്ട്. ഇപ്പോൾ ഇത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ റൈഡാണ്. ഇതിൻ്റെ പേര് എയറോപ്ലെയിൻ റൈഡ് എന്നാണ്. അപ്പോൾ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ പ്ലെയിനിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും. നല്ലൊരു ഫീലല്ലേ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ പോയി വരുന്നത്. അപ്പോൾ ആ കുട്ടികൾക്കുള്ള ഒരു റൈഡാണിത്. അപ്പോൾ പേരൻസിൻ്റെ ഒരു സൂപ്പർവൈഷനിൽ തന്നെയാണ് ഈ ഒരു റൈഡ് നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്നത്. അതാണ് എയറോപ്ലെയിൻ റൈഡ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കിഡ്സ് ഏരിയയിലുള്ള വേറൊരു റൈഡിൻ്റെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ചുറ്റും കാണാം കുറേ ഫ്രോഗ്സ്, തവളകൾ അല്ലേ. അതുകൊണ്ട് ഈ റൈഡിൻ്റെ പേരാണ് ക്രോ. കുട്ടികൾ നല്ല ഫാൻറ്റസി ആയിട്ട് തോന്നുന്ന ഒരു റൈഡാണിത്. ക്രോ, അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള റൈഡാണിത്. പേരൻസിൻ്റെ ഒരു നിരീക്ഷണത്തിലാണ് ഈ റൈഡിൽ കുട്ടികളെ നമ്മൾ കയറ്റി വിടുന്നത്. ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ക്രോ എന്ന് പറയുന്ന പോലെ ക്രോ ഓരോ തവള ഇങ്ങനെ ക്രോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചുറ്റിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പിള്ളേർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡാണിത്. നമ്മുടെ ഹാപ്പി ലാൻഡിൻ്റെ കിഡ്സ് ഏരിയയിലുള്ള മറ്റൊരു റൈഡിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഫെറീസ് വീൽ റൈഡ് എന്നാണ് ഇതിൻ്റെ പേര്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡാണിത്. കണ്ടോ, കുഞ്ഞു കുട്ടികൾ ഇതിനകത്ത് കയറി ഇരുന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വലിയ ജോയിൻറ്റ് വീലില്ലേ, അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണിത്. ഫെറീസ് വീൽ റൈഡ് എന്നാണ് പറയുന്നത്. കുട്ടികൾ നല്ല 6 വയസ്സിന് താഴെയാകുമ്പോൾ കൊച്ചു കുട്ടികളാണ്. അവർക്ക് ഇരുന്ന് കുറച്ച് സ്ലോ മൂവ്മെൻറ്റ്സിൽ ഇങ്ങനെ ആ ഒരു ജോയിൻറ്റ് വീലിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന സേഫ് ആയിട്ടുള്ള ഒരു റൈഡും കൂടിയാണിത്. നമ്മുടെ ഹാപ്പി ലാൻഡിൻ്റെ കിഡ്സ് ഏരിയയിൽ തന്നെ കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ ഒരു ആമക്കുഞ്ഞും കൂടി ഉണ്ട്. ഈ ഒരു ടോട്ടോയ്സിൻ്റെ അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കളിച്ച് ക്ഷീണിച്ച് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഫ്രഷ് ജ്യൂസിനായാലും ഐസ്ക്രീംസിനായാലും സ്നാക്സിനായാലും ഉള്ളൊരു കോർണറാണിത്. അപ്പോൾ ഇതും നല്ല കിഡ്സിന് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് റൈഡുകൾ നമുക്ക് എൻജോയ് ചെയ്യാം. ട്രെയിന്, പ്ലെയിന്, അതുപോലെ സ്ലൈഡ്സ് ഉണ്ട്, ഫെറി വീലുണ്ട്, അങ്ങനെ ഒത്തിരി റൈഡ്സ് ഉണ്ട്. കിഡ്സിൻ്റെ വലിയൊരു ഏരിയ ആണ് നമ്മുടെ ഹാപ്പി ലാൻഡിൽ ഒരുക്കി മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ളതാണ് കിഡ്സിന് വേണ്ടി ഉള്ള റിഫ്രഷ്മെൻറ്റ്സിൻ്റെ ഒരു ഏരിയ ആണ് ഈ ടേർട്ടിലിൻ്റെ അടിയിലുള്ളത്. അപ്പോൾ നമ്മുടെ കിഡ്സ് ഏരിയയിലുള്ള കളിക്കാനുള്ള ആക്ടിവിറ്റീസും റൈഡ്സും ഒക്കെ കണ്ടല്ലോ അല്ലേ. കുട്ടികൾക്കൊക്കെ എന്തായാലും കാണിച്ചു കൊടുക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും ഫാമിലിയും കൂട്ടി പിള്ളേരെല്ലാം കൂട്ടി അടിച്ചു പൊളിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും വരിക ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ. ദിസ് ഇസ് സുകന്യ ജയറാം. We'll be talking with you about other rides in the next episode. Bye-bye. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്.
ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. Hello everyone, welcome to yet another beautiful episode with DC Jewellers. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻറ്റിക് ഓർണമെൻറ്റ്സ് ആണ്. ആൻഡ് എല്ലാവരും കാണുന്ന പോലെ ഇറ്റ് ഇസ് സ്പ്ലാഷ് ഓഫ് കളേഴ്സ്. യു ക്യാൻ സീ ബ്രൈറ്റ് റൂബീസ് വിത്ത് പേസ്റ്റൽ പിങ്ക്സ്, പേൾസ് ആൻഡ് ഗ്രീൻസ്, എല്ലാ കോമ്പിനേഷനുള്ള സെറ്റാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആയിട്ടാണ് ചിന്തിക്കുന്നവർ. ദാറ്റ് ഇസ് ഐ ഓൾവേസ് സേ, Kirtiman, when we come to the store and when we go for a bridal purchase, we make sure that we have a different color tones of gold and color shades of stones, because പല ഡ്രസ്സുകൾ ഇപ്പോൾ ഭയങ്കര വെറൈറ്റി അല്ലേ. അതുകൊണ്ട് തന്നെ വെറൈറ്റി സ്റ്റോൺസും ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് കളർ സ്റ്റോൺസ് മാത്രമല്ല, ഗോൾഡിൻ്റെ പോളിഷിന് തന്നെ ഡിഫറൻസ് ഉള്ള കേട്ടോ ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ കാണിക്കുന്ന ബ്രൈഡൽ സെറ്റിൽ 4 പീസാണ്. 4 പീസിൽ വി ഹാവ് ബ്യൂട്ടിഫുൾ ലെയർ മാല, ഇറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. നെക്സ്റ്റ് വി ഹാവ് another one in pink and pearls. This is another pendant mala and this is a choker. അപ്പോൾ 4 വെയിറ്റ് കാണിച്ചു തരാം. ഒരു 3 വളയും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, 2 ചാന്ദ് ബാലീസ് ഓർ ഷാൻഡ്ലിയർ ഇയറിങ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കുന്തൻസിലും എന്താ പറയുക സിർക്കോണിലും വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ് വെയ്റ്റിലുള്ള ഇയറിങ്സ് ആണ്. സോ ലെറ്റ്സ് ബിഗിൻ. The first one is a beautiful one in ruby. നമ്മുടെ പണ്ടത്തെ ഇളക്കത്താലിയുടെയൊക്കെ ഒരു എന്താ പറയുക ഇംപ്രൂവൈസ്ഡ് വേർഷനാണ് ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ വെയിറ്റ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ദ വെയിറ്റ് ഇസ് ജസ്റ്റ് 31 grams. ദറ്റ് ഇസ് 31 gram ഗോൾഡിൽ വരുന്ന റൂബിയിൽ ഹൈ പോളിഷ്, ദറ്റ് ഇസ് കുറച്ചൊരു ഗ്ലിറ്റർ കൂടുതൽ കൊടുക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൈ പോളിഷിലുള്ള ഒരു മാലയാട്ടോ. രണ്ടാമത്തെ വി ഹാവ് എ ബ്യൂട്ടിഫുൾ പെൻഡൻറ്റ് ചെയിൻ. ഈ പെൻഡൻറ്റ് ചെയിനിന് വെയിറ്റ് വരുന്നത് ജസ്റ്റ് 77, ദറ്റ് ഇസ് ഒരു 9 പവനോളം ഗോൾഡ് വെയിറ്റ് വരുന്നൊരു ബ്യൂട്ടിഫുൾ പീസാണ് in 77 grams of gold. The third one is also a beautiful one in 56 grams of gold. And the last one is a little heavy, but it says it all. ഇത്തിരി ഹെവി പീസ് ആണെങ്കിൽ പോലും ഏകദേശം നമുക്കൊരു 150 ഗ്രാമോളം വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസാണ്. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻ 3 layers. ജസ്റ്റ് സ്പ്ലെൻഡഡ്, ഭയങ്കര ഷെയിലാട്ടോ. അങ്ങനെ 4 പീസാണ് കാണിക്കുന്നത്. ഒരു ഹെവി പീസാണ്, ഒരു മുഗൾ ലുക്ക് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ വളകൾ വരുന്ന ദിസ് ബാംഗിൾ ഇസ് നിയർലി 5 sovereigns, 5 പവനാണ്. മറ്റേത് രണ്ടും ഒരു 3 പവൻ വീതം കേട്ടോ. ഇയറിങ്സ് വരുന്നത് ഒരു 19 grams-ഉം ഒരു 16 grams-ഉം. സോ ഗൈസ്, ഇങ്ങനത്തെ ഇഷ്ടംമാതിരി കളക്ഷൻസ് ഇൻ റൂബീസ്, എംബ്രിൽസ്, പോൾക്കീസ്, യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ് ഹിയർ അറ്റ് DC Jewellers. പ്രസൻ്റ്ലി DC Jewellers തൃശ്ശൂർ മാത്രമാണ്, Mission Quarters Road near Jubilee Mission Hospital. So guys, please visit our store for more collections. It's Kirti Denny signing off until I come with the next video. Bye bye. റംലാൻ നന്മകൾ കൊയ്തെടുക്കാനുള്ള വസന്തമാസം. ഇന്നത്തെ റംലാൻ വരുന്ന പരിപാടി നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും നാളെ കാണാം. ന്യൂസിലൻഡിൽ നിന്നും അപേക്ഷിക്കുന്നു. റമദാൻ വിരുന്ന് 2025 powered by Total Assurance. We secure your tomorrows. Co-powered by DC Jewels. Happy Land presents. Co-presents Chayakadai, Eastham, UK. This program is brought to you by Chayakadai, Eastham, UK.